വർഷം 1819. സ്ഥലം മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി മലനിരകളിൽ എവിടെയോ. ബ്രിട്ടീഷ് ആർമിയിലെ മദ്രാസ് റെജിമെന്റിൽ ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ ജോൺ സ്മിത്ത് അയാളുടെ ഒഴിവു സമയങ്ങളിൽ വേട്ടയ്ക്കിറങ്ങുന്നത് ഇവിടെയാണ്. കടുവ വേട്ടയിൽ തൽപരനായിരുന്ന ക്യാപ്റ്റൻ അങ്ങനെ ഒരു ദിവസം വേട്ടയ്ക്കിടെ വഘോര നദിയുടെ തീരത്ത് ഒരു വിചിത്രമായ സ്ഥലത്തെത്തി. ഒരു ഇടയബാലൻ അയാൾക്ക് കടുവയുള്ള സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇടയബാലൻ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് നോക്കിയ ക്യാപ്റ്റൻ കണ്ടത് മറ്റൊന്നായിരുന്നു. വഘോര നദിക്ക് മുകളിലുള്ള പാറക്കെട്ടിൽ ഒരു സ്ഥലത്ത് ക്യാപ്റ്റന്റെ കണ്ണുടക്കി. കല്ലിൽ കൊത്തിയെടുത്ത തൂണുകൾക്കിടയിൽ സ്വർണവും ചുവപ്പും കലർന്ന നിറത്തിലുള്ള പ്രകാശം. ഒരു കടുവയെ തേടി വന്ന വേട്ടക്കാരൻ ലോകത്തെ ഞെട്ടിച്ച ഒരു കലാസൃഷ്ടിയെ കണ്ടെത്തുമെന്ന് ആരറിഞ്ഞു? വേട്ടയാടലിനിടയിൽ ക്യാപ്റ്റൻ ജോൺ സ്മിത്ത് എന്നെങ്കിലും ഒരു കടുവയെ കൊന്നിട്ടുണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ അതിലും വലുതായിരുന്നു ആ ദിവസം അയാൾ കണ്ട കാഴ്ച. കടുവയെ പിന്നെ നോക്കാം എന്ന് തീരുമാനിച്ച് ക്യാപ്റ്റൻ ആ പ്രകാശത്തിന് നേരെ നടന്നതാകാം. എന്തായാലും പ്രകാശം തേടിപ്പോയ ക്യാപ്റ്റൻ കണ്ടെത്തിയത് നൂറ്റാണ്ടുകളായി മറഞ്ഞിരുന്ന അത്ഭുത ലോകത്തിന്റെ പ്രവേശന കവാടമായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെ അദ്ദേഹം കാടുകൾ വെട്ടിമാറ്റി ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. ഉള്ളിൽ കണ്ട കാഴ്ചകൾ അയാളെ അമ്പരപ്പിച്ചു കാണണം. സത്യമാണോ സ്വപ്നമാണോ എന്ന് തിരിച്ചറിയാത്ത ഒരു നിമിഷം അയാളും കൂടെയുള്ളവരും അനുഭവിച്ചിട്ടുണ്ടാകാം. 1000-ലധികം വർഷം പഴക്കമുള്ള ബുദ്ധഭിക്ഷുക്കൾ കൊത്തിയുണ്ടാക്കിയ വിശാലമായ പ്രാർത്ഥനാ മണ്ഡപങ്ങൾ. ചുമരുകളിലും മേൽക്കൂരകളിലും ബുദ്ധന്റെ ജീവിതകഥകൾ കൊത്തിയുണ്ടാക്കിയിരിക്കുന്നു. കാടിനുള്ളിൽ മറഞ്ഞു കിടന്ന ഒരു പുരാതന ലോകം വീണ്ടും വെളിച്ചം കണ്ട നിമിഷമായിരുന്നു അത്. അവിടെ 10-ാം നമ്പർ ഗുഹയിൽ ഒരു ബുദ്ധശില്പത്തിന്റെ ചുമരിൽ ഒരു പേരും തീയതിയും കാണാം. ജോൺ സ്മിത്ത്, 28th കാവലറി, 28 ഏപ്രിൽ 1890. താനാണ് ഈ കണ്ടെത്തലിന് പിന്നിലെന്ന് തെളിയിക്കാൻ ക്യാപ്റ്റൻ ജോൺ സ്മിത്തിന്റെ ബുദ്ധിയിൽ ഉദിച്ചതായിരുന്നു ചുമരിൽ തന്റെ പേരും തീയതിയും എഴുതി വെക്കുക എന്നത്. വർഷങ്ങൾക്ക് ശേഷം പുരാവസ്തു ഗവേഷകർക്ക് ഈ ഗുഹകളുടെ കാലഘട്ടം നിർണ്ണയിക്കാൻ ഈ എഴുത്ത് ഒരു തരത്തിൽ സഹായകമായി. അങ്ങനെ കടുവ വേട്ടയ്ക്കിറങ്ങിയ ക്യാപ്റ്റൻ ജോൺ സ്മിത്ത് യാദൃശ്ചികമായി അജന്ത ഗുഹകൾ എന്ന വിശ്വപ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രം ലോകത്തിന്റെ മുന്നിൽ എത്തിച്ചു. അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഇന്ത്യൻ പുരാവസ്തു ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായി മാറി. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്നും 107 കിലോമീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്ന അജന്ത ഗുഹകൾ. ഇവിടെ നിന്നും 12 കിലോമീറ്റർ മാറിയുള്ള അജന്ത എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഗുഹകൾക്ക് ഈ പേര് ലഭിച്ചത്. പശ്ചിമഘട്ട മലനിരകളിൽ വഘോര നദിയുടെ തീരത്ത് ഒരു കുതിരലാടത്തിന്റെ ആകൃതിയിൽ 250 അടി ഉയരത്തിൽ നിൽക്കുന്ന 30 ഗുഹകൾ. സ്മിത്തിന്റെ കണ്ടെത്തൽ അതിവേഗം പ്രചരിച്ചു. 1824-ൽ അജന്ത സന്ദർശിച്ച സ്കോട്ടിഷ് സൈനിക ഉദ്യോഗസ്ഥനും എഴുത്തുകാരനുമായ സർ ജെയിംസ് അലക്സാണ്ടറാണ് ഈ അത്ഭുതകരമായ ഗുഹാചിത്രങ്ങളെക്കുറിച്ച് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. 1829-ൽ ട്രാൻസാക്ഷൻ ഓഫ് ദി റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡിൽ അജന്ത ഗുഹയിലെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചു. ഏകദേശം 76 മീറ്റർ ഉയരമുള്ള പാറക്കെട്ടിലെ കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള വളവിലാണ് ഈ ഗുഹകൾ കൊത്തിയെടുത്തിരിക്കുന്നത്. ഈ താഴ്വരയുടെ സ്ഥാനം ബുദ്ധസന്യാസിമാർക്ക് മഴക്കാലത്ത് ഗുഹയ്ക്കുള്ളിലേക്ക് നീങ്ങാനും മതപരമായ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കാനും ശാന്തമായ ഒരു അന്തരീക്ഷം നൽകി. ഏകദേശം BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 6-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിലായി വിവിധ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഇവ നിർമ്മിച്ചത്. ഓരോ ഗുഹയും അരുവിയിലേക്ക് പടവുകൾ വഴി ബന്ധിപ്പിച്ചിരുന്നു. അവയിൽ ചിലതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ട്. പണി പൂർത്തിയാകാത്ത ഒരു ഗുഹ ഉൾപ്പെടെ ആകെ 30 ഗുഹകളാണ് ഇവിടെയുള്ളത്. 9, 10, 19, 26, 29 എന്നിങ്ങനെ 5 എണ്ണം ചൈത്യഗ്രഹങ്ങൾ, അതായത് പ്രാർത്ഥനാ മുറികളും ബാക്കിയുള്ളവ ബുദ്ധസന്യാസിമാരുടെ താമസ സ്ഥലങ്ങൾക്കായുള്ള വിഹാരങ്ങളുമാണ്. 29-ാം നമ്പർ ഗുഹ പണി തീരാത്ത ഒരു ചൈത്യഗ്രഹമാണ്. ഗൗതമ ബുദ്ധന്റെ മരണശേഷം ബുദ്ധമതം ഹീനയാനം, മഹായാനം എന്നിങ്ങനെ 2ആയി പിളർന്നിരുന്നു. സംസ്കൃതത്തിൽ മഹത്തായ വാഹനം എന്നർത്ഥം വരുന്ന മഹായാന വിഭാഗം ബുദ്ധന്റെ ദിവ്യത്വത്തിൽ വിശ്വസിച്ചു. ബുദ്ധമതത്തിൽ വിഗ്രഹാരാധനയെ ഈ വിഭാഗം പ്രോത്സാഹിപ്പിച്ചു. ചെറിയ വാഹനം എന്നർത്ഥം വരുന്ന ഹീനയാന വിഭാഗം ബുദ്ധന്റെ ദൈവത്വത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഓരോ വ്യക്തിയും സ്വന്തം പ്രയത്നത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും നിർവ്വാണം അഥവാ മോക്ഷം നേടണമെന്നാണ് ഹീനയാന വിഭാഗത്തിന്റെ തത്വം. ബുദ്ധനായി മാറുക എന്നതിലുപരി വ്യക്തിപരമായി മോചനം നേടിയ അവസ്ഥ കൈവരിക്കുക എന്നതാണ് ഇവരുടെ ആത്യന്തിക ലക്ഷ്യം. പറഞ്ഞു വന്നത് അജന്തയിലെ ഗുഹകളെ കാലഘട്ടത്തിന്റെയും ശൈലിയുടെയും അടിസ്ഥാനത്തിൽ 2 ഭാഗങ്ങളായി തിരിക്കാമെന്നാണ്.
ഹീനയാന ഘട്ടത്തിലെ 5 ഗുഹകളാണ് ഇവിടെയുള്ളത്. ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടത്തിലേതെന്ന് കണക്കാക്കപ്പെടുന്ന ഈ ഗുഹകളിൽ ഏറ്റവും പഴക്കമുള്ളത് BC 2-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് അനുമാനിക്കുന്ന 10-ാം നമ്പർ ഗുഹയാണ്. ഈ ഗുഹയിലേക്കാണ് നേരത്തെ പറഞ്ഞ ക്യാപ്റ്റൻ ജോൺ സ്മിത്ത് യാദൃശ്ചികമായി ചെന്ന് കയറിയത്. അജന്ത ഗുഹയിലെ 2-ാം ഘട്ട നിർമ്മാണം ഗുപ്തന്മാരുടെ സമകാലികരായ വകാടകന്മാരുടെ കാലത്താണ് ആരംഭിച്ചതെന്നാണ് കരുതുന്നത്. വകാടക രാജാക്കന്മാരുടെയും അവരുടെ സാമന്തന്മാരുടെയും പ്രോത്സാഹനത്തിലാണ് ഗുഹകൾ നിർമ്മിക്കപ്പെട്ടത്. ഇത് ഗുഹകളിലെ ലിഖിതങ്ങളിൽ നിന്ന് വ്യക്തമാണ്. AD 5-6 നൂറ്റാണ്ടുകളിലായി നിർമ്മിച്ച 2-ാം കാലഘട്ടത്തിലെ ഗുഹകൾ 18, 11, 14, 29 എന്നിവയാണ്. ചിലത് മുൻകാല ഗുഹകളുടെ വിപുലീകരണങ്ങളായിരിക്കാം. 19, 26, 29 ഗുഹകൾ ചൈത്യഗ്രഹങ്ങളാണ്. ബാക്കിയുള്ളത് വിഹാരങ്ങൾ. ആദ്യകാല ഗുഹകളുടെ ചില നവീകരണവും പുനർനിർമ്മാണവും ഉൾപ്പെടുന്ന ഏറ്റവും വിപുലമായ ഗുഹകൾ ഈ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത്. 2-ാം ഘട്ടത്തിൽ ബുദ്ധന്റെ രൂപത്തിനാണ് പ്രാധാന്യം നൽകിയത്. മഹായാന ഗുഹകളിൽ 1, 2, 16, 17 എന്നിവയാണ് ചിത്രങ്ങൾക്ക് പേരുകേട്ടത്. BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 6-ാം നൂറ്റാണ്ട് വരെയുള്ള നീണ്ട കാലം കൊണ്ട് തീർത്ത അജന്ത ഗുഹകൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട്. അജന്തയിലെ ചിത്രങ്ങളും ശില്പങ്ങളും ബുദ്ധമത കലയുടെ മാസ്റ്റർ പീസുകളായാണ് കണക്കാക്കപ്പെടുന്നത്. ഹീനയാന കാലഘട്ടത്തിലെ 5 ഗുഹകളാണ് അജന്തയിലുള്ളതെന്ന് പറഞ്ഞല്ലോ. ബുദ്ധനെ ഒരു അനിക്കോണിക് പ്രതീകാത്മക രൂപത്തിലാണ് ഈ കാലഘട്ടത്തിൽ ആരാധിച്ചിരുന്നത്. വിഗ്രഹാരാധന ഇല്ലാതിരുന്ന ഈ കാലത്തുള്ള ഗുഹകളിൽ ചുവർ ചിത്രങ്ങളും വളരെ കുറവാണ്. ബുദ്ധനെ വിഗ്രഹരൂപത്തിൽ ആരാധിച്ചിരുന്ന മഹായാന കാലഘട്ടത്തിൽ നിർമ്മിച്ച 2-ാം ഘട്ടത്തിൽ വിശ്വാസത്തിലെ വ്യത്യാസങ്ങൾ നിർമ്മിതിയിലും അലങ്കാരങ്ങളിലും വ്യക്തമായി മനസ്സിലാക്കാം. അതിമനോഹരമായ ചുവർ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചതാണ് ഈ ഗുഹകൾ. 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ അജന്തയിലെ ബുദ്ധമത കേന്ദ്രത്തിന്റെ സുവർണ കാലഘട്ടം അവസാനിച്ചു. രാഷ്ട്രീയവും മതപരവും സാമ്പത്തികവുമായ മാറ്റങ്ങളാണ് അജന്തയുടെ സുവർണ കാലഘട്ടത്തിന് അന്ത്യം കുറിച്ചത്. ഇതിൽ പ്രധാനം വകാടക സാമ്രാജ്യത്തിന്റെ പതനമാണ്. AD 500-കളോടെ വകാടക സാമ്രാജ്യം ശിഥിലമായപ്പോൾ ഗുഹകളുടെ നിർമ്മാണത്തിനും പരിപാലനത്തിനും ആവശ്യമായ സാമ്പത്തിക സഹായവും രാജകീയ പിന്തുണയും നിലച്ചു. മഹാരാഷ്ട്രയിൽ തന്നെ എല്ലോറ പോലുള്ള പുതിയ ബുദ്ധമത ഹിന്ദു ജൈന ഗുഹാക്ഷേത്ര സമുച്ചയങ്ങൾ പ്രാധാന്യം നേടാൻ തുടങ്ങിയതോടെ അജന്തയിലെ സന്യാസിമാരുടെയും കലാകാരന്മാരുടെയും ശ്രദ്ധ പുതിയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ കാരണമായി. ഈ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ബുദ്ധമതം ക്ഷയിക്കുകയും ഹൈന്ദവ മതങ്ങൾക്ക്, പ്രത്യേകിച്ച് ശൈവ വൈഷ്ണവ വിഭാഗങ്ങൾക്ക് പിന്തുണ വർദ്ധിക്കുകയും ചെയ്തു. ഇതും അജന്തയുടെ പതനത്തിലേക്കുള്ള വഴി തുറന്നു. AD 7-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ഹ്യൂങ് സാങ് അജന്തയെക്കുറിച്ച് വിവരിക്കുന്നുണ്ടെങ്കിലും മറ്റ് ബുദ്ധമത കേന്ദ്രങ്ങളെ പോലെ അത്ര സജീവമായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ കാലത്തേക്ക് അതിന്റെ പ്രാധാന്യം കുറഞ്ഞിരുന്നു എന്ന് കണക്കാക്കാം. AD 8, 9 നൂറ്റാണ്ടുകളിൽ അജന്തയിലെ 26-ാം നമ്പർ ഗുഹയിൽ കണ്ടെത്തിയ രാഷ്ട്രകൂട രാജവംശത്തിന്റെ ലിഖിതം ബുദ്ധമത കേന്ദ്രം പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടിരുന്നില്ലെന്നും ഹിന്ദു ഭരണാധികാരികളുടെ ശ്രദ്ധ അവിടെ എത്തിയിരുന്നുവെന്നും സൂചിപ്പിക്കുന്നതാണ്. രാജകീയ പിന്തുണയും സാമ്പത്തിക സഹായവും നിലച്ചതോടെ ബുദ്ധഭിക്ഷുക്കൾ പതുക്കെ ഗുഹകൾ ഉപേക്ഷിച്ചു പോയി. തുടർന്ന് വഘോര നദിയുടെ കൊക്കയിലെ ഒറ്റപ്പെട്ട ഈ സ്ഥലം കാടുകയറി. ഏകദേശം 1000 വർഷത്തോളം അജന്ത ഗുഹകൾ പുറം ലോകത്തിന് അജ്ഞാതമായി കിടന്നു. വന്യജീവികൾക്കും പ്രാദേശിക ഗോത്രവർഗക്കാർക്കും മാത്രം അറിയാവുന്ന അബാൻഡൻഡായ നിർമ്മിതിയായി. ഈ അത്ഭുതമാണ് 1819-ൽ കടുവയെ തേടി വന്ന ജോൺ സ്മിത്ത് യാദൃശ്ചികമായി കണ്ടെത്തിയത്.